നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. നടൻ കലാഭവൻ മണിയുടെ സഹോദരനും നൃത്താധ്യാപകനുമായ RLV രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ നൃത്താധ്യാപിക സത്യഭാമയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് SC/ST കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. സമാന കുറ്റകൃത്യം ആവർത്തിക്കരുത്, പരാതിക്കാരനെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് തുടങ്ങിയ വ്യവസ്ഥകളടക്കമാണ് 50,000 രൂപയുടെ 2 ആൾജാമ്യത്തോടെ ജാമ്യം അനുവദിച്ചത്. ജാമ്യത്തെ എതിർത്ത പ്രോസിക്യൂഷനും RLV രാമകൃഷ്ണനും കോടതിയിൽ വാദിച്ചു. ചെറിയ കേസായി കാണാൻ കഴിയില്ലെന്നും സംഭവശേഷം സമാനമായ പ്രതികരണം പ്രതി മാധ്യമങ്ങളിൽ ആവർത്തിച്ചുവെന്നും RLV രാമകൃഷ്ണൻ കോടതിയെ അറിയിച്ചു. പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കേണ്ടത് അനിവാര്യമാണെന്നും വാദിയെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ 5 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്നും കസ്റ്റഡി ആവശ്യമില്ലെന്നും പ്രതിക്കുവേണ്ടി ഹാജരായ BA ആളൂർ വാദിച്ചു. വിവാദ പരാമർശം കാരണം ജീവിതത്തിൽ പലവിധ ബുദ്ധിമുട്ടുകളുണ്ടായി. സത്യഭാമയുടെ വിദ്യാർത്ഥികളായ കറുത്ത കുട്ടികളെല്ലാം നഷ്ടമായി. മനഃപൂർവ്വം അധിക്ഷേപ ശ്രമം നടത്തിയിട്ടില്ല. കറുത്ത കുട്ടിയെന്ന പരാമർശം എങ്ങനെ SC/ST വകുപ്പിന്റെ പരിധിയിൽ വരുമെന്നും BA ആളൂർ വാദിച്ചു. സത്യഭാമയുടെ പരാമർശം വലിയ വിവാദത്തിനാണ് വഴിതെളിച്ചത്. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പലരും RLV രാമകൃഷ്ണന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ കേരള കലാമണ്ഡലത്തിൽ RLV രാമകൃഷ്ണന് മോഹിനിയാട്ട പ്രദർശനം നടത്താൻ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.